രാജ്യത്തിന്റെ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകൾ പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണ്. 5ാമത്തെ ആർട്ടിക്കിൾ വളരെ മനോഹരമാണ്. ഇവിടെ ഇന്ത്യയിൽ ജനിക്കുന്ന കുഞ്ഞിന് പൗരത്വം കിട്ടും. ചിലപ്പോ മാതാപിതാക്കൾ യൂറോപ്പിലാകാം, ആഫ്രിക്കക്കാരാകാം, അല്ലെങ്കിൽ അറബികളാകാം. ഇവിടെ വന്ന് ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആ കുഞ്ഞിന് ഇവിടെ പൗരത്വം കിട്ടും. രാജീവ് ഗാന്ധിയുടെ കാലത്തൊന്ന് ചുരുക്കി മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കണമെന്ന വ്യവസ്ഥ വെച്ചു. വാജ്പേയിയുടെ കാലത്ത് പിന്നെ ഒന്നുകൂടി ചുരുക്കി മാതാപിതാക്കൾ ആരും തന്നെ അനധികൃത കുടിയേറ്റക്കാരാക്കരുത്. ഇപ്പൊ അത് മാറി ആദ്യമായി മതം പൗരത്വത്തിന് അടിസ്ഥാനമാവുകയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി ഈ 6 വിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം നൽകും. എന്നുവെച്ചാൽ മുസ്ലിമിന് പൗരത്വം കൊടുക്കില്ല. അപ്പൊ ചിലരെ കരുതും ഇതൊരു മുസ്ലിം പ്രശ്നമാണ്, അതുകൊണ്ട് മുസ്ലിമിനെ മാത്രമാണ് ബാധിക്കുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായ ധാരണയാണ്. പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കാൻ സമ്മതിച്ചാൽ, ആ വാതിൽ തുറന്നിട്ടാൽ, ഇന്ന് മുസ്ലിമിനെയാണ് പുറത്തേക്ക് തള്ളുന്നതെങ്കിൽ നാളെ ക്രിസ്ത്യാനിയാകാം, മറ്റന്നാൾ ബുദ്ധമതക്കാരനാകാം, പിന്നെ വേണമെങ്കിൽ ജൈനമതക്കാരനാകാം, പിന്നെ വേണമെങ്കിൽ സിഖുകാരനാകാം, പിന്നെ വേണമെങ്കിൽ പാഴ്സിയാകാം. ആരെ വേണമെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തിൽ നിന്ന് പുറന്തള്ളാൻ കഴിയുന്ന വാതിലാണ് ഈ നിയമം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ പ്രകടന പത്രികയ്ക്കകത്ത് ആധികാരികമായി പ്രഖ്യാപിച്ചു, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലല്ല ഇന്ത്യയിൽ ഈ BJP മാറ്റി വരുന്ന സംവിധാനം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അനുവദിക്കില്ല. കോൺഗ്രസിന്റെ നിലപാട് എന്താ? ഇപ്പൊ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജോയിസ് ജോർജ് തോക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? നല്ല ഒന്നാന്തരം പെർഫോമൻസ് ആയിരുന്നു ലോകസഭയിൽ. രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഇടുക്കിക്കും കേരളത്തിനും രാജ്യത്തിനും വേണ്ടി പാർലമെന്റിൽ നന്നായി ഇടപെട്ടിരുന്ന ആളാണ്. ഞങ്ങളൊക്കെ അവിടെ പാർലമെന്റിലുണ്ട്. എന്താ തോക്കാൻ കാരണം? ജോയിസിന്റെ കുഴപ്പമില്ല. അവസാനം ഒരു ഉരുണ്ടുകൂടൽ വന്നു. എന്താ ഉരുണ്ടുകൂടൽ? എന്തായാലും BJP തോക്കണം. അത് മതനിരപേക്ഷവാദികൾ, മതന്യൂനപക്ഷങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു BJP തോക്കണം. അപ്പൊ തെറ്റായ സന്ദേശം വന്നു. BJPയെ പരാജയപ്പെടുത്തി പുതിയ ഗവൺമെന്റിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ MP-മാർ കോൺഗ്രസിന് ലഭിക്കേണ്ടതാണ് എന്ന ഒരു ധാരണ സൃഷ്ടിക്കപ്പെട്ടു. അതിന് ഇത്തവണ കോൺഗ്രസിന് ചെയ്യാം എന്ന് കരുതി തെറ്റായി കരുതി ഏറ്റവും വലിയ കക്ഷിയാകും, പ്രധാനമന്ത്രിയാകാൻ വയനാട്ടിൽ വന്ന് മത്സരിച്ചു. എത്ര സീറ്റ് കിട്ടി കോൺഗ്രസിന്? ചിലര് പറയുന്നത് കോൺഗ്രസ് വലിയ പാർട്ടിയല്ലേ, നിങ്ങളൊക്കെ ചെറിയ പാർട്ടിയല്ലേ, അതുകൊണ്ട് ഇത്തവണ പറയുന്നുണ്ട് അങ്ങോട്ട് പോകാം. കഴിഞ്ഞ തവണ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന് ലഭിച്ചത് എത്ര സീറ്റാ? 52. ഇപ്പൊ നോക്കി എത്ര ഉണ്ടെന്ന്? 52 ഇല്ല, 46 ഉള്ളൂ. 6 പോയ വഴി കാണാനില്ല. ഇപ്പൊ 46 ഉള്ളൂ. 1984 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 415 പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായ ഒരു പാർട്ടിയാണ് ഇപ്പോ 46 നിൽക്കുന്നത്. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയാണ് ഞങ്ങൾ ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്നു, നിങ്ങളൊക്കെ ചിഹ്നത്തിന് വേണ്ടിയല്ലേ. ഇതാ കോൺഗ്രസ്. കഴിഞ്ഞ ലോകസഭയിൽ പ്രതിപക്ഷ നേതാവാകുന്നതിനാവശ്യമായ 10% പാർലമെന്റ് അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചില്ല. ഇവരും ലഭിച്ചില്ല, കഴിഞ്ഞ ഭരണത്തിൽ ലഭിച്ചില്ല. ഇന്ത്യയിൽ ഇപ്പോ കോൺഗ്രസ് എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിറഞ്ഞ് ഭരിച്ചിരുന്നൊരു പാർട്ടിയല്ല. ഇപ്പൊ എത്രയാ? 3 ഉറപ്പിച്ച് പറയണ്ട, 1 സംശയത്തില്ല, ഭൂരിപക്ഷം പോയി. 4 MP-മാരുള്ള ഹിമാചൽ പ്രദേശ് ജനങ്ങൾ ജയിപ്പിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒന്നിച്ച് ഊഴൊഴിച്ചാൽ അപ്പുറത്ത് BJP-യിലേക്ക് പോയി. എപ്പോ വേണമെങ്കിലും അത് പോകാം. പിന്നെ ബാക്കി എത്രയുണ്ട്? നമ്മൾ 1 അവർ 2. ഇത്ര വ്യത്യാസം. ഞങ്ങൾ ഇതിന് മുൻപ് പരമാവധി 3 ഭരിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇന്ത്യയിലാകെ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്.
1977 വരെ ഇന്ത്യയിൽ തുടർച്ചയായി ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോ വേണമെങ്കിൽ 2.25 എന്ന് പറയാം. അതവസ്ഥ. ഈ രണ്ടെവിടെ കിടക്കണത്? ദക്ഷിണേന്ത്യയില. ഒന്ന് കർണാടക, മറ്റൊന്ന് തെലുങ്കാന. ഈ കർണാടകയിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ എത്ര ലോകസഭാ അംഗങ്ങളുണ്ട്? നിങ്ങൾ ഭരിക്കുകയാണല്ലോ. എത്ര ലോകസഭാ അംഗങ്ങളുണ്ട്? ഒരേ ഒരു ലോകസഭാംഗം. അവിടെ 25 1 സ്വതന്ത്രൻ, 26 BJP. തെലങ്കാനയിൽ 17. 17ൽ 3 കോൺഗ്രസ്, 4 BJP. തെലങ്കാന, കർണാടക 2 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നത്. ആ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആകെയുള്ളത് 4 സീറ്റ്. എന്നിട്ട് കേരളത്തിലുള്ള ഈ പത്രങ്ങളുടെ എഴുത്തും ഇവരുടെ പ്രസംഗവും എല്ലാം കേട്ട് കഴിഞ്ഞാൽ വല്ലാത്ത വലിപ്പമുണ്ടെന്ന് അറിയാതെ തോന്നിപ്പോകും ആളുകൾക്ക്. BJP പരാജയപ്പെടണം. BJP പരാജയപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലായിടത്തും ഒരേപോലെ നിലപാട് സ്വീകരിച്ച് ഒരൊറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തണം. അതാണ് ഇന്ത്യ എന്ന സംവിധാനത്തിന്റെ രൂപീകരണത്തിലേക്ക് എത്തിയത്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ എന്ന സംവിധാനമല്ല, BJP എതിർക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും DMKയും RJDയും എല്ലാവരും ചേരുന്ന 28 പാർട്ടികൾ ഒന്നായി ചേരുന്ന ഇന്ത്യ സംവിധാനം. അതിലൊരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ്. 2004 നിങ്ങൾ BJP വിരുദ്ധ സർക്കാരിൽ നയിച്ചവർ. ഇപ്പോ നിങ്ങൾ പല പാർട്ടികളൊന്നു മാത്രം. ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളെ നൽകുന്ന 5 സംസ്ഥാനങ്ങൾ നോക്കൂ. ഒന്ന് UP 80. കോൺഗ്രസ് പ്രധാന കക്ഷിയല്ല. UP എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഹൃദയം. നെഹ്റു കുടുംബത്തിന്റെ ഈറ്റില്ലം. നരസിംഹറാവുവിന് മുൻപുള്ള ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരെയും സംഭാവന ചെയ്ത സംസ്ഥാനം. ആ സംസ്ഥാനത്തിൽ നിന്ന് ഇപ്പൊ ലോകസഭയിൽ കോൺഗ്രസിന് എത്ര സീറ്റുണ്ട്? കേരളത്തിൽ നമ്മൾ കളിയാക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ തവണ അപ്പുറത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. എത്ര സീറ്റ് ഉണ്ടോ 20ൽ എത്രയാണോ കേരളത്തിൽ ഇടതുപക്ഷത്തിനുള്ളത് അത്രയും സീറ്റാണ് 80ൽ കോൺഗ്രസിന് UPയിലുള്ളത്. അത് സോണിയാഗാന്ധി. ഇത്തവണ അവര് അവിടെ മത്സരിക്കുന്നില്ല. അതാ UP. രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര. 48 പാർലമെന്റ് അംഗങ്ങൾ. അവിടെ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന പല പാർട്ടികളിൽ ഒന്ന് മാത്രമാണ് കോൺഗ്രസ്. 42 പശ്ചിമ ബംഗാൾ. അവിടെയും കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്നാണ് നിൽക്കുന്നത്. അതുപോലെ ബീഹാറിൽ പല പാർട്ടികൾ ചേരുന്നതാണ്. അതിലൊന്ന് മാത്രമാണ് കോൺഗ്രസ്. 39 തമിഴ്നാടിൽ തെരഞ്ഞെടുപ്പ് പറയുന്നത്. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം നിങ്ങൾ വയ്ക്കുന്നില്ല. നിങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ് തമിഴ്നാട്. അവിടെ രാഹുൽ ഗാന്ധിയുടെ പടം ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അവിടെ സീതാറാം യെച്ചൂരിയുടെ പടമുണ്ട്. ഞങ്ങളുടെ കാഴ്ചപ്പാടതാണ്. അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എല്ലാവരുമായി ചേർന്ന് പരമാവധി സഹകരിച്ച് നിൽക്കണം. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് BJPയെ പരാജയപ്പെടുത്തുന്നതിൽ വിശ്വാസ്യതയുള്ളത് കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്രസക്തമായി. ആര് ഏറ്റവും വലിയ കക്ഷിയാകും? ഇപ്പൊ കോൺഗ്രസുകാർ പോലും വിശ്വസിക്കുന്നില്ല ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന് അവർ വിശ്വസിക്കുന്നേയില്ല. ആദ്യത്തെ 5 സംസ്ഥാനങ്ങൾ അവരില്ല. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾക്കകത്ത് അല്ലെങ്കിൽ 2.25 സംസ്ഥാനത്തിനകത്ത് മാത്രം അധികാരത്തിലൊരു പാർട്ടി. ആ പാർട്ടി BJP മാറ്റി നിർത്തുന്ന സംവിധാനത്തിൽ പല പാർട്ടികളിലൊന്ന് മാത്രമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ മാറ്റാൻ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറട്ടെ എന്ന് കരുതി വോട്ട് ചെയ്ത് അബദ്ധത്തിൽപ്പെട്ട ആളുകൾ ഇത്തവണ അബദ്ധത്തിൽ ചാടരുത്. ദീർഘമായി പ്രസംഗിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭൂമിശാസ്ത്രത്തിൽ പൂപ്പാറെ പോയിട്ട് ചെറുതോണിയിൽ ഓടി എത്തണം. രാവിലെ 7 മണിക്ക് എറണാകുളത്ത് പരിപാടി ഉള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ നിന്ന് വിട്ടാൽ അവിടെ ചെല്ലുമ്പോ ഇവിടെ നിന്ന് പോയ പോലെ തന്നെ നിൽക്കുമോ? എന്നുവെച്ചാൽ BJPയെ പരാജയപ്പെടുത്താൻ വോട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചാൽ അവിടെ ചെല്ലുമ്പോ BJPയായി മാറില്ല എന്നുറപ്പുണ്ടോ? ഇവിടുത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോ നമ്മുടെ നാടിന്റെ വേദനയായി, ഇന്ത്യയുടെ വേദനയായി നിൽക്കുന്ന സംസ്ഥാനമുണ്ടല്ലോ
നൂറുകണക്കിന് പള്ളികൾ കത്തിച്ച, സ്ത്രീകൾ അതിക്രൂരമായി കൈകാര്യം ചെയ്ത, കുഞ്ഞുങ്ങളെ വരെ കൊലപ്പെടുത്തിയ മണിപ്പൂരിൽ അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത സർക്കാർ, മണിപ്പൂരിൽ ആദ്യത്തെ BJP സർക്കാർ 2017 അധികാരത്തിൽ വരുമ്പോ ആ സർക്കാരിന് വഴിയൊരുക്കിയതാര്? ഇവിടെയുള്ള നല്ല വിശ്വാസികളായിട്ടുള്ള കോൺഗ്രസിൽ കുത്തിയില്ലെങ്കിൽ വല്ല പാപം കിട്ടി നരകത്തിൽ പോകുമോ എന്ന് ഇപ്പോഴും കരുതി ഇരിക്കുന്ന ആളുകൾ ആ ചരിത്രം കൂടി നോക്കിക്കൊള്ളണം. 2017 മുൻപ് 2012 മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് 60 അംഗ നിയമസഭയിൽ 48 സീറ്റ് ഉണ്ടായിരുന്നു. 12 സീറ്റ് ബാക്കിയുള്ളവർക്ക് കൂടി കിട്ടിയുള്ളൂ. 2017 തെരഞ്ഞെടുപ്പ് വന്നപ്പോ കോൺഗ്രസിന് 28 സീറ്റ്, 3 സീറ്റ് ഭൂരിപക്ഷത്തിന് കുറവ്, 31 അംഗം വേണം 60 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന്. രണ്ടാമത് BJP എത്തി, 21 സീറ്റ്. BJPയും കോൺഗ്രസും തമ്മിൽ 7 സീറ്റിന്റെ വ്യത്യാസം. 3 സീറ്റ് വീതം പ്രാദേശിക പാർട്ടികൾക്ക്, 1 സീറ്റ് തൃണമൂലിന്, 1 സീറ്റ് LJPക്ക്, 1 സീറ്റ് സ്വതന്ത്രന്, 60 അംഗ നിയമസഭ. ഗവൺമെന്റ് രൂപീകരിക്കാൻ ആദ്യത്തെ പാർട്ടി, ഏറ്റവും വലിയ പാർട്ടി, നേരത്തെ പറഞ്ഞില്ല ഏറ്റവും വലിയ പാർട്ടിയെ വിളിക്കുക, അതുപോലെ കോൺഗ്രസിനെ വിളിച്ചു. ഹൈക്കമാൻഡ് അനങ്ങിയില്ല, സോണിയാഗാന്ധി പോയില്ല, രാഹുൽ ഗാന്ധി പോയില്ല, ആരും അങ്ങോട്ട് പോയില്ല. 28 നിയമസഭാംഗങ്ങളുള്ള കോൺഗ്രസിനെ കാഴ്ചക്കാരാക്കി നിർത്തി 21 അംഗങ്ങളുള്ള BJP മണിപ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സർക്കാരിന് നേതൃത്വം നൽകി 2017. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയെയും കൊടുത്തു കോൺഗ്രസ്. ബീരൻ സിംഗ് 2012 മുതൽ 2017 വരെയുള്ള കോൺഗ്രസിന്റെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ബീരൻ സിംഗ് മുഖ്യമന്ത്രി. 21 അംഗ മന്ത്രിസഭ, 21 അംഗ MLA-മാരുള്ള BJP കോൺഗ്രസിന്റെ മേധാവായി ബീരൻ സിംഗിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചു. ആ മന്ത്രിസഭയാണ് വംശഹത്യക്ക്, പള്ളികൾ കത്തിക്കുന്നതിന്, ആ രൂപത്തിലുള്ള കലാപങ്ങൾക്ക് നിശബ്ദം സാക്ഷ്യം വഹിച്ച അധികാരത്തിൽ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ഇനി നിങ്ങളുടെ അരുണാചൽ പ്രദേശ് നോക്കി, ഇത്രയും അത്ഭുതകരമായ ഒരു അനുഭവം നടന്ന സംസ്ഥാനം ഉണ്ടാവില്ല. നമ്മൾ കേട്ടിട്ട് ഭൂപടത്തിലെ കാണുന്ന ചെറിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലും 60 അംഗ നിയമസഭയാണ്. ആ നിയമസഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. 42 MLA-മാർ. കോൺഗ്രസിന്റെ മേധാവ് പേമ ഖണ്ഡു മുഖ്യമന്ത്രി, മന്ത്രിസഭ രൂപീകരിച്ചു. ഉറങ്ങി എഴുന്നേറ്റിട്ട് നോക്കുമ്പോ മുഖ്യമന്ത്രിയും കാണാനില്ല, മന്ത്രിമാരെയും കാണാനില്ല. എല്ലാവരും രാജിവെച്ചിട്ട് ഒരു MLA മാത്രം പാവം അവിടെ നിന്നു. ബാക്കി 41 ഒരു പ്രാദേശിക പാർട്ടി ചേർന്ന് വീണ്ടും ഗവൺമെന്റ് ഉണ്ടാക്കി. ഒന്നുറങ്ങി എണീറ്റില്ല. അപ്പൊ വീണ്ടും ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് 11 MLA-മാരുള്ള BJP-യിലേക്ക് പോയിട്ട് ഇതേ പേമ കണ്ടു BJP മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ചു, ജനങ്ങൾ BJP-യെ മാറ്റാൻ 60-ൽ 42 കോൺഗ്രസ് MLA-മാര് ജയിപ്പിച്ച് മാസങ്ങൾ കഴിയുമ്പോ അതേ MLA-മാർ ഒരു പാവം ഒഴികെ ബാക്കി എല്ലാവരും BJP-യായി മാറി. BJP മന്ത്രിസഭ അവിടെ വന്നു. ഇതാണ് കോൺഗ്രസ്. ഇവിടെ നിന്ന് നിങ്ങൾ അങ്ങോട്ട് വിട്ടാൽ അവർ എവിടെ നിൽക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇപ്പോ പത്മജ വേണുഗോപാൽ, ആരെങ്കിലും വിചാരിച്ചോ BJP പോകുന്നു? കരുണാകരന്റെ മോള് അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്ത് സ്വീകരണ ഏറ്റുവാങ്ങിയിട്ട് പറഞ്ഞു, തലേ ദിവസം BJP ചേർന്ന് 10 ദിവസം കൊണ്ട് അവർക്കുണ്ടായ അനുഭവം പറഞ്ഞു. കോൺഗ്രസിന്റെയും BJP-യുടെയും ആശയങ്ങൾ ഒരേപോലെയാണ്. ഒരു ദിവസം എടുത്തുള്ളൂ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പെൺകുട്ടികൾ പുതിയ വീട്ടിൽ പോയാൽ ആദ്യത്തെ ഒരാഴ്ച ആശയക്കുഴപ്പുണ്ടാവും. അടുക്കള എവിടെയാണ്, കിടപ്പുറ എവിടെയാണ്, അല്ലെങ്കിൽ ടോയ്ലറ്റ് എവിടെയാണ്. ഇതൊരു കുഴപ്പമില്ല. നോക്കിയപ്പോ ആ വീട്ടിലുള്ള പോലെ ഈ വീട്ടിൽ, ആ വീട്ടിലെ ഫ്രിഡ്ജ് എവിടെ ഇരുന്നോ അവിടെ ഈ ഫ്രിഡ്ജ്, ആ വീട്ടിലെ കട്ടില് കിടന്നോടത്ത് ഈ വീട്ടിലെ കട്ടിൽ, ആ വീട്ടിലെ ടോയ്ലറ്റ് ഉള്ള പോലെ ഈ വീട്ടിലെ ടോയ്ലറ്റ്, ആ വീട്ടിലെ കർട്ടന്റെ നിറം പോലും ഈ വീട്ടിലെ കർട്ടന്റെ നിറം.
ആകെ ഒരു വ്യത്യാസമുണ്ട്. കോൺഗ്രസ് ഭവനം എന്ന് മുകളിൽ എഴുതി വെച്ച് ഇപ്പുറത്ത് BJP ഭവനം. ഒരേ ആശയം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി 9 നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തി ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും തുടർച്ചയിലും ജീവിതമാകെ സമർപ്പിച്ച കോൺഗ്രസിന്റെ പ്രതീകമായി കരുതിയിരുന്ന CK കരുണാകരന്റെ മകൾക്ക് ഒരേ ആശയം എന്ന രൂപത്തിലേക്ക് BJPയിലേക്ക് മാറാൻ ഒരു ആശയക്കുഴപ്പവും ഉണ്ടായില്ല. അപ്പൊ പത്തനംതിട്ടയിലാണ് സ്ഥാനാർത്ഥി BJP പരമസ്വാത്വികൻ AK ആന്റണിയുടെ മകൻ. മറ്റത് പിന്നെ മരിച്ചിട്ടാ പോയെന്ന് കരുതാം കരുണാകരൻ. ഇത് ജീവിച്ചിരിക്കുമ്പോ തന്നെ പോയിരിക്കുകയാണ്. ഇതുവരെ AK ആന്റണി BJPക്കെതിരെ കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ സീനിയറാണ്. ഞങ്ങൾ രാജ്യസഭയിലുണ്ടായിരുന്നു ഒന്നിച്ച്. ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. മോഡി ഭരണത്തിൽ അവസാനം ഞങ്ങളൊക്കെ ഉള്ള 1 വർഷം മോഡി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഞാനും രാജ്യസഭയിൽ, അതിന് മുൻപ് UPA കാലമാണ്. അദ്ദേഹം 10 കൊല്ലം പ്രതിരോധ മന്ത്രിയായിരുന്ന ആളാണ്. രാജ്യസഭയിലെ മുൻനിരയുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാൽ, അന്ന് BJPക്ക് ഇത്ര കരുത്തില്ല. ഏതെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ എഴുന്നേറ്റ് നിന്നാൽ അപ്പൊ സഭയാകെ ശ്രദ്ധിക്കും. കമാന്ന് ലക്ഷ്യം വേണ്ടിയിട്ടില്ല. ഇപ്പോഴും BJPക്ക് ഇവരൊന്നും വേണ്ടിയിട്ടില്ല. ഡൽഹിയിലുള്ളപ്പോഴും വേണ്ടിയിട്ടില്ല, കേരളത്തിലും ഇരുന്നിട്ടും വേണ്ടിയിട്ടില്ല. ഒരിക്കൽ ഡൽഹിയിൽ പെട്ടെന്ന് ഒരു പത്രസമ്മേളനം. അപ്പൊ BJPയുടെ നോക്കിയപ്പോ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കാർക്കെതിരെ ഡൽഹിയിൽ ആന്റണിയുടെ പത്രസമ്മേളനം. ഇതാണ് AK ആന്റണി. പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോയതാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, നീ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്നത് പിന്നെ ആലോചിച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ ഇതാണ് കോൺഗ്രസ്. എപ്പോൾ വേണമെങ്കിലും BJP ആയി മാറാം. അതുകൊണ്ടാണ് ആസാം മുഖ്യമന്ത്രി BJP നേതാവ് എന്ന് പറഞ്ഞാൽ നേരത്തെ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം. ആസാം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ MLA-മാരും MP-മാരും BJPക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാർ MLA-മാർ അവർ BJP വിരുദ്ധ സർക്കാരിനുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മുടെ പ്രിയങ്കരനായ റവന്യൂ മന്ത്രി രാജൻ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിൽ ഏറ്റവും നേതൃത്വപരമായി പങ്കുവഹിച്ച മന്ത്രിയാണ് രാജൻ. ഞങ്ങൾ 2 പേരും 3 യോഗങ്ങളിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തെ നിങ്ങൾ നോക്കിക്കോളൂ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യവസായ മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ 2 പേരല്ല, രാജീവ് രാജനുമാണെങ്കിലും ഒറ്റ പേരാണ്. പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രിയപ്പെട്ട രാജീവ് നമ്മുടെ നിയമ ഭേദഗതി ഉൾപ്പെടെ പറയും. ജോയ്സ് ജോർജിന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാന അവകാശം രേഖപ്പെടുത്തി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സാറ്റോടെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് രാജീവ് പ്രവർത്തിച്ചു. ഞാനൊരു 10 മിനിറ്റ് പ്രസംഗിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2004 നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 2004 ഇടതുപക്ഷത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ 61 അംഗങ്ങളുണ്ടായിരുന്നു. ഈ 61 പേരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്നവരാണ്. ഇപ്പോ കനല്ലൂർ തിരി എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്തെ പരിഹസിക്കുന്ന കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിന് അന്ന് ഈ ലഡുവിന്റെ പുറത്ത് മുന്തിരിങ്ങ വയ്ക്കാൻ പോലും ഒരെണ്ണം ഉണ്ടായില്ലെന്ന് ഓർത്ത് നോക്കി. 2018 നിങ്ങൾക്ക് ആകുന്ന ഞങ്ങൾക്ക് ഒന്നെങ്കിലും കിട്ടി, നിങ്ങൾക്ക് അത് ഒന്നും ഉണ്ടായില്ല. ഒരെണ്ണം ലീഗിന് കിട്ടി, ഒരെണ്ണം മൂവാറ്റുപുഴയിൽ PC തോമസിന് കിട്ടി. സുപ്രീം കോടതി റദ്ദാക്കി. അത് പിന്നെ പാർലമെന്റിന്റെ കാലാവധി കഴിഞ്ഞു. അല്ലെങ്കിൽ 19 ഒന്നായി തന്നെ ഇപ്പോഴത്തെ പോലെ. ആ ഒന്നിനും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ആ 61 പേർ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് എത്തിയ 61 പേർ. അവിടെ വന്നപ്പോഴൊരു ചോദ്യം, ഏത് ഗവൺമെന്റ് വേണം? ആർക്കും ഭൂരിപക്ഷമില്ല. BJP ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തിന് പുറകിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ട് ജയിക്കുമെന്ന് കരുതിയിരുന്ന കാലം BJPക്ക് ഭൂരിപക്ഷമില്ല.
ഇപ്പോഴത്തെ ഇന്നത്തെക്കാളും ശക്തിയുള്ള കോൺഗ്രസ്, BJP വിരുദ്ധ ഗവൺമെന്റിനെ നയിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയില്ല. കോൺഗ്രസിന് ഭരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ അനിവാര്യമാണ്. ആവശ്യമല്ല, അത്യാവശ്യമല്ല, അനിവാര്യമാണ്. ഈ 61 പേര് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്നവർ. ഞങ്ങൾ ഒരു മിനിറ്റ് എടുത്തില്ല ചിന്തിക്കാൻ. ഞങ്ങൾക്കൊരു ചാഞ്ചാട്ടമുണ്ടായില്ല. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ നിന്നുൾപ്പെടെ വിജയിച്ച ആളുകൾ അവിടെ പോയി കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചാൽ ഇവിടെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന ചിന്ത ഞങ്ങൾ അലട്ടിയില്ല. ഞങ്ങളുടെ മുൻപിൽ ഒന്ന് മാത്രം: ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ എന്ന വികാരം. ഇന്ത്യ നിലനിൽക്കണം, BJP വരരുത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്ന 61 പേരും കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. BJPക്കെതിരെയുള്ള ഏത് സർക്കാരിന്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇടതുപക്ഷം. എന്നാൽ BJPയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് UDF, കോൺഗ്രസ്. ചിലര് രണ്ടെണ്ണത്തെ വിളിക്കും, ചിലര് അരുണാചലിലെ പോലെ ഒന്നിച്ചു വിളിക്കും, ചിലപ്പോ മണിപ്പൂരിലെ പോലെ കുറച്ച് വിളിക്കും, ചിലപ്പോ ഹിമാചലിലെ പോലെ 6 വിളിക്കും. ആവശ്യത്തിന് വിളിക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതാണ് കോൺഗ്രസിന്റെ MP-മാർ. ഇടതുപക്ഷം അങ്ങനെയല്ല. രണ്ട്, ഈ കേരളത്തിൽ നിന്നുള്ള 18 MP-മാർ അവർ ഏത് താല്പര്യത്തിന് വേണ്ടി വിലകൊണ്ടു? കേരളം വലിയ സാമ്പത്തികമായ കടമാക്രമണത്തെ നേരിട്ടു. ഈ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി കേരളത്തിന്റെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഒന്നിച്ച് നാടിനൊപ്പം നിൽക്കാൻ അവർ തയ്യാറായോ? ഇപ്പോ നമ്മൾ 2 മാസം പെൻഷൻ കൊടുത്തു. എത്രയാ? 3200 രൂപ. ഞങ്ങൾ ഉദ്ദേശിച്ചത് 5000 കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും തെരഞ്ഞെടുപ്പായപ്പോ ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ 5000 അല്ല. 5000 എന്ന് പറഞ്ഞാൽ മാസം 2500. എവിടെ നിന്ന് 2500 കിട്ടി? ഞങ്ങള് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിക്കുമ്പോഴേക്കും 2500 രൂപയാക്കും. അത് ഈ പ്രകടന പത്രികയിലല്ല. കഴിഞ്ഞ 21 നമ്മുടെ രാജ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ നിങ്ങൾക്ക് നൽകിയ ആ പ്രകടന പത്രികയിൽ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2500 ആക്കി. 2019 ഞങ്ങൾ എത്ര പറഞ്ഞു? 2016 ഞങ്ങൾ എത്ര പറഞ്ഞു ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? 2016 പറഞ്ഞ വാഗ്ദാനം തെറ്റിച്ചു ഇടതുപക്ഷം. എന്താ? 1000 രൂപയാക്കുന്ന പറഞ്ഞത്. ഇറങ്ങിപ്പോയി എത്രയാക്കി? 1600. 1000 ആക്കുമെന്ന് പറഞ്ഞ് 1600 ആക്കി. ഇപ്പൊ ചിലര് ഇപ്പോ 2 മാസത്തേക്ക് വൈകുമ്പോഴേക്കും ആകെ വിഷമിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, UDFന്റെ ആളുകൾ. ഈ 1600 UDFന്റെ സംഭാവന എത്രയാ? 100 രൂപ. 600 ആക്കി അത് കൊടുക്കില്ല, നമ്മൾ വന്നിട്ടത് കൊടുത്തത്. 2016 മുതൽ 2021 വരെയുള്ള 5 വർഷം UDF പെൻഷൻ നൽകാൻ ആകെ ചെലവഴിക്കേണ്ടി വന്നത് 9100 കോടി രൂപ. നമ്മുടെ 2016 മുതൽ 2023 മധ്യം ഈ സാമ്പത്തിക വർഷം വരെ നമ്മൾ ചെലവഴിച്ചത് 57,600 കോടി രൂപ. വ്യത്യാസം നോക്കിക്കോളാം. അതിന് ശേഷമുള്ള കൂട്ടിയപ്പോ 62 ആവുമ്പോ ഞാൻ അതിലേക്കല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷം നോക്കുമ്പോ അവര് കൊടുത്തത് 32 ലക്ഷമെങ്കിൽ നമ്മൾ 60 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 3 വർഷം എത്തുമ്പോ 2500 എത്തിക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൊണ്ട് എത്തിക്കാൻ പറ്റാതെ പോയത് നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. യൂണിയൻ ഗവൺമെന്റ് നമുക്ക് നൽകേണ്ട പണം നൽകുന്നില്ല. 1 രൂപ ഇവിടെ നിന്ന് നികുതി കൊണ്ടുപോയാൽ 28 പൈസ തിരിച്ചു കിട്ടും. 1 രൂപ ബീഹാറിൽ നിന്ന് കൊണ്ടുപോയാൽ 7 രൂപ 14 പൈസ തിരിച്ചു കിട്ടും. 1 രൂപ UP നിന്ന് കൊണ്ടുപോയാൽ 2 രൂപ 40 പൈസ തിരിച്ചു കൊടുക്കും. നമ്മുടെ 1 രൂപ കൊണ്ടുപോയാൽ 28 പൈസ തിരിച്ചു കിട്ടും. ഇതാണ് വിവേചനം. ഞങ്ങളൊരു കമ്പനി ഉണ്ടാക്കി. ഗവൺമെന്റിന് ഞെരുക്കം വന്നാലും പെൻഷൻ മാസം മാസം കൊടുക്കണം.
പണം കിട്ടുമ്പോൾ വായ്പ എടുത്ത് തിരിച്ചു കൊടുക്കും. കമ്പനി വായ്പ എടുത്തിട്ട് പെൻഷൻ കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ UDF ഭരിക്കുമ്പോൾ പെൻഷൻ എങ്ങനെ കിട്ടിയിരുന്നത്? പെൻഷൻ കിട്ടുന്നുണ്ടോ? എങ്ങനെയാന്ന് കിട്ടിയിരുന്നത്? പോസ്റ്റ് ഓഫീസ് വഴി, അല്ലെങ്കിൽ എവിടെ പോയി നിൽക്കണം? ബാങ്കിൽ പോയി നിൽക്കണം. അപ്പൊ ബാങ്കിലുള്ളവർ 600 രൂപ വാങ്ങിക്കാനായിട്ട് അവിടെയാണ് ഇരുന്നത് അല്ലേ? ഇപ്പൊ എങ്ങനെ കിട്ടുന്നത്? വീട്ടിൽ കൊണ്ടുവന്ന് കയ്യിൽ തരാമോ അല്ലേ? മാത്രമല്ല ചന്ദ്രപ്പ പറയുന്നത് അയ്യോ അന്ന് വൈകി എന്ന് പറയുമ്പോൾ ആലോചിച്ചോളണം. 600 രൂപ പോലും കൃത്യമായി നൽകാതിരുന്ന കാലത്ത് വ്യത്യസ്തമായി ഇങ്ങനെ. അപ്പൊ കൃത്യമായി കൊടുക്കാൻ നമ്മളൊരു കമ്പനി രൂപീകരിച്ചു. കമ്പനി വായ്പ എടുക്കും, പെൻഷൻ മാസം മാസം കൊടുക്കും. ഗവൺമെന്റിന്റെ പണം വരുമ്പോൾ കമ്പനിക്ക് പൈസ തിരിച്ചു കൊടുക്കും. യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെയും കമ്പനി പാടില്ല വായ്പ എടുക്കാൻ. നിങ്ങൾക്ക് തരാനുള്ള പണം നൽകില്ല, നിങ്ങൾക്ക് അർഹമായി വിഹിതം നൽകില്ല, നിങ്ങൾ കടമെടുക്കാൻ അനുവദിക്കില്ല. പിന്നെ എങ്ങനെ ഗവൺമെന്റ് പണം കൊടുക്കും? നിങ്ങൾ ചെലവ് ചുരുക്കണം. നിങ്ങൾ എന്തിനാ 1600 രൂപ പെൻഷൻ കൊടുക്കണം? ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊടുക്കണ്ടോ? നിങ്ങൾ എന്തിനാ ഈ ആളുകൾക്ക് ഇതുപോലെ ആശ്വാസം നൽകുന്നത്? നിങ്ങൾ എന്തിനാ ഇതുപോലെ വലിയ ആശുപത്രികളൊക്കെ ഉണ്ടാക്കി സൗകര്യം ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇതുപോലെ സ്കൂളൊക്കെ കെട്ടി സൗകര്യം ഉണ്ടാക്കുന്നത്? ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളൊന്നും ഈ ചെലവില്ലല്ലോ. ചെലവ് നിങ്ങൾ ഈ ശമ്പളം കൊടുക്കാൻ എന്തിനാ അത്ര പണം? ഇവിടെ പ്രൈമറി ഹെൽത്ത് സെന്റർ, ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഇവിടെ താലൂക്ക് ആശുപത്രി, ഇവിടെ ജില്ലാ ആശുപത്രി, ഇവിടെ മെഡിക്കൽ കോളേജ്, അവിടെ ഡോക്ടർമാർ, അവിടെ നേഴ്സ്, അവിടെ ഫാർമസിസ്റ്റ്, അവിടെ കമ്പൗണ്ടർ, അവിടെ അറ്റൻഡർ, അവിടെ പ്യൂൺ, എല്ലാവരും വേണം. ഈ സംവിധാനം ഇല്ലെങ്കിലോ ശമ്പളം കുറച്ച് മതി. ഇവിടെ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്, അവിടെ അധ്യാപകർ, അവിടെ അനധ്യാപകർ, 10,000-കണക്കിന് ആളുകൾ, അവർക്ക് ശമ്പളം കൊടുക്കണം. നമ്മുടെ സംവിധാനം ഇല്ലെങ്കിലോ ജനങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണം, അവിടെ വലിയ പണം കൊടുക്കണം. ഇത് കേരളത്തിന്റെ മാത്രം സവിശേഷതയാണോ? ഇത് പറഞ്ഞ് നമുക്ക് പണം നൽകുന്നില്ല. നമുക്ക് പണം നൽകാതെ നമ്മൾ ശ്വാസം മുട്ടിക്കുമ്പോ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ള പാർലമെന്റ് അംഗങ്ങൾ ഈ നാടിന് വേണ്ടി നിലയുറപ്പിച്ചോ? നിങ്ങളുടെ MP നിലയുറപ്പിച്ചോ? ഞങ്ങളുടെ ആളുകൾക്ക് പെൻഷൻ കിട്ടേണ്ടതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഗവൺമെന്റ് അധ്യാപകർക്കും സ്കൂളുകളും ആശുപത്രികളും പ്രവർത്തിക്കണം. ചികിത്സാ സൗകര്യങ്ങൾ നൽകണം. ഇവിടെ റോഡ് നിർമ്മിക്കണം. ഇവിടെ പുതിയ പുതിയ സംവിധാനങ്ങൾ വരണം. ഇവിടെ വികസനം പണം വേണം. ഞങ്ങൾക്ക് അർഹമായത് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് ശബ്ദിക്കാൻ പാർലമെന്റിനകത്ത്, പാർലമെന്റിന് പുറത്ത് നിങ്ങളുടെ MP-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 18 പേർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് പിണറായി വിജയൻ ഗവൺമെന്റിന് വേണ്ടിയല്ലല്ലോ, ഇടതുപക്ഷത്തിന് വേണ്ടിയല്ലല്ലോ, ഈ നാടിന് വേണ്ടിയല്ലേ? കേരളത്തിന് ഒരു കുറ്റകരമായ നിലപാട് യൂണിയൻ സർക്കാർ സ്വീകരിച്ചപ്പോൾ അപകടകരമായ നിശബ്ദത പാലിച്ച് BJP പിന്തുണച്ചവരാണ് 18 പാർലമെന്റ് അംഗങ്ങൾ. അവരെവിടെ നിൽക്കും? അതിലൊരാളിപ്പോ വയനാട് മത്സരിക്കുന്നുണ്ട്. ശരിക്കും എവിടെ മത്സരിക്കണമായിരുന്നു? BJP-ക്കെതിരെ സമരെങ്കിൽ. അപ്പുറത്ത് തമിഴ്നാട് നോക്കി, CPM-ന്റെ സിറ്റിംഗ് സീറ്റ് കോയമ്പത്തൂർ. DMK പറഞ്ഞു ഞങ്ങൾ മത്സരിക്കാം. എന്താ കാര്യം? കോയമ്പത്തൂര് കുറെ കൂടി ഉറച്ച സീറ്റ് DMK എടുത്തതല്ല, പകരം നൽകിയത് 5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ജയിച്ച മണ്ഡലം പകരം CPM-ന് നൽകി. കോയമ്പത്തൂർ മണ്ഡലം DMK പറഞ്ഞു ഞങ്ങൾ മത്സരിക്കാം. കാരണം അവിടെ മുന്നണി നയിക്കുന്നത് DMK-യാണ്. ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോണത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് നിർബന്ധമായും പരാജയപ്പെടണം. അങ്ങനെ അവിടെ മത്സരിക്കേണ്ടത് മുന്നണിയിൽ ഒന്നാമത്തെ കക്ഷി. അമേഠിയിലാരാ മത്സരിക്കണേ? അമേഠി റായ്ബറേലിയിലാരാ ഉണ്ടോ? അതിന് പകരം ഇവിടെ വയനാട് ഏത് സാഹചര്യം വന്നാലും BJP-ക്ക് ഇവരെ കൈപൊക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആളെ തോപ്പിക്കാൻ അവിടെ വന്നിട്ട് ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്ന കരുതൂ. നിങ്ങൾ കർണാടക മത്സരിക്കുക. ഇപ്പൊ ഒരു സീറ്റുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെന്റ് ഉണ്ട്. BJP-ക്ക് 26 സീറ്റ് ഉണ്ട്. അത് കുറയ്ക്കണ്ടേ? നിങ്ങളുടെ സീറ്റ് കൂട്ടണ്ടേ? നിങ്ങൾ അവിടെ മത്സരിച്ചാൽ BJP-ക്കെതിരെയുള്ള വോട്ട് MP-മാർ എണ്ണം കൂടില്ലേ? ആന്ധ്ര നിങ്ങൾ സംയുക്താന്ധ്ര നോക്കൂ. 2 UPA സർക്കാർ വരെ ആന്ധ്ര വിഭജിക്കുന്നത് വരെ ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളെ കോൺഗ്രസ് സംഭാവന ചെയ്ത സംസ്ഥാനം ആന്ധ്ര. ആ തെലങ്കാനയിൽ ഇപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വന്നു. അവിടെ കേന്ദ്രീകരിക്കണ്ടേ? നിങ്ങൾക്ക് അവിടെ 3 സീറ്റല്ലേ ഉള്ളൂ. 14 സീറ്റ് 17, ബാക്കി 14 സീറ്റില്ലേ?
മാലിൽ BJP BRS ദുർബലമായിരിക്കുന്നു. ആ സാഹചര്യം ഉപയോഗിച്ച് അവിടെ എങ്ങാനും ഇന്ന് പരമാവധി സീറ്റ് കൂട്ടണ്ടേ? അല്ലെങ്കിൽ ചേർന്ന് കിടക്കുന്ന ആന്ധ്ര ഒറ്റ സീറ്റിനില്ല, നിങ്ങൾക്ക് വട്ടപൂജ്യമല്ലേ? അവിടെ നിന്ന് നിങ്ങൾ സീറ്റ് കൂട്ടാൻ നോക്കണ്ടേ? അതിന് പകരം കേരളത്തിൽ ആകെ ഹൈക്കമാൻഡ് ഒന്ന് അദ്ദേഹം ഒന്ന് ആലപ്പുഴയിലേക്ക് പോന്നു. വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭ അംഗമാണ്. ഇവിടെ ജയിച്ചാൽ അവിടെ രാജിവെക്കണം. രാജിവെച്ചാൽ ഇപ്പോഴത്തെ ഭൂരിപക്ഷം അവിടെ BJPക്ക് നിയമസഭയിൽ 41 എന്നുവെച്ചാൽ ഇവിടെ എങ്ങാനും ജയിച്ചാൽ രാജ്യസഭയിൽ ഒരു സീറ്റ് പോകും. രാജ്യസഭയിൽ ഇപ്പോ 117 സീറ്റ് NDAക്ക് ഉണ്ട്. ഭൂരിപക്ഷം 121. ഒന്ന് കുറഞ്ഞ് ഒന്നംഗമായ രണ്ടെണ്ണത്തിന്റെ ഫലമായി രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം കൊടുക്കാം എന്ന് ഉറപ്പ് നൽകി KC വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. ആലപ്പുഴയിലെ ജനങ്ങൾ രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാകരുത് എന്ന് ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കും. അപ്പോ അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം മുന്നറിയിപ്പ് കിട്ടിയില്ല. അതാണ് ഇടുക്കി നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജോയ്സ് ജോർജ് വന്യജീവി മനുഷ്യ സംഘർഷം, അതില് പ്രൈവറ്റ് ബില്ല് ലോകസഭയിൽ കൊണ്ടുവന്ന MP ആരാണെന്ന് നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒറ്റ പേരേ ഉള്ളൂ. ആ പേരാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ബാക്കിയുള്ളവര് പിണറായി ഇതിവിടെ മാത്രം അങ്ങനെ ആന കൊല്ലുന്നു. കർണാടകയിൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അതിന് കാരണം കേന്ദ്ര നിയമമാണ്. ഈ നിയമം മാറ്റണം. ആ നിയമത്തിലെ വ്യവസ്ഥകൾ മാറ്റണം. ആ വ്യവസ്ഥകൾ മാറ്റുന്നതിന് വേണ്ടി ഒരക്ഷരം മിണ്ടാൻ കേരളത്തിൽ നിന്നുള്ള 18 MP തയ്യാറായില്ല. അവർ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു. കേരളത്തിനെതിരെ എന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ്, എല്ലാ മനുഷ്യരുമാണ്, എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുമാണ്, എല്ലാ മതത്തിൽപ്പെട്ടവരുമാണ്. അതേപോലെ ഓരോ കാര്യത്തിൽ ഇപ്പൊ ഭൂപ്രശ്നം ഇവിടെ അധികം ഈ ഭാഗത്ത് ബാധിക്കുന്നില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എത്ര കാലം ഇങ്ങനെ സുപ്രീം കോടതി പറഞ്ഞു പട്ടയം, ഹൈക്കോടതി ആദ്യം പറഞ്ഞു, പിന്നെ സുപ്രീം കോടതിയും പറഞ്ഞു. എന്തിനാണോ മറികിയത് അതിന് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പൊ താമസം കൃഷിയെ പറ്റുള്ളൂ. ഞങ്ങള് വളരെ സമയമെടുത്ത് എങ്ങനെ ഇതിന് മറികടക്കാൻ കഴിയും, അവര് പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരണം. ചട്ടമുണ്ടാക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിയമം ഭേദഗതി ചെയ്യണം. ഭേദഗതി ചെയ്ത ഗവൺമെന്റിന് ചട്ടമുണ്ടാക്കാം. 2 കാര്യങ്ങൾ. ഒന്ന്, എന്തിനാണോ പട്ടയം കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ആ സ്ഥലം ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നിയമാനുസൃതമാക്കി മാറ്റാം. നമുക്ക് ഒരു 50 സെന്റ് സ്ഥലം കിട്ടി, പട്ടയത്തിലാണ്, വീടോ കൃഷിയെ പറ്റുള്ളൂ. അവിടെ ഒരു ഹോട്ടൽ നടത്താം, ചെറിയ ഹോട്ടൽ, ചായക്കടയൊക്കെ നടത്താം. ഇത് നിയമവിരുദ്ധമാണ് ഇപ്പോഴത്തെ. അപ്പോ ഇത് നിയമവിധേയമാക്കാം ചട്ടപ്രകാരം. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഇദ്ദേഹം ചായക്കട നടന്നുണ്ട്, അപ്പുറത്ത് 25 സെന്റ് കിട്ടിയ ആളുണ്ട്. ഇയാൾ നിയമം പൂർണ്ണമായിട്ടും പാലിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല, കൃഷിയും താമസവും മാത്രം. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ഇയാൾ നേരത്തെ കടമെടുത്തിയോണ്ട് അയാൾക്ക് കടമെടുത്താൻ പറ്റും. ഞാൻ നിയമവിധേയനായ ഒരാളായതുകൊണ്ട് എനിക്ക് എന്റെ കാര്യം കഷ്ടമായല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. തുല്യത വേണം. അതുകൊണ്ട് ഇപ്പോ എന്തിനാണോ അനുവദിച്ചിട്ടുള്ളത് അതിനു വേണ്ടി മാത്രം വിനിയോഗിച്ചവർക്കും ഒരു സമയം കൊടുത്ത് അവർക്ക് പുതിയ അപേക്ഷ നൽകി അവിടെ മറ്റാവശ്യങ്ങൾക്ക് അനുമതി നൽകും. ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി. പക്ഷെ അവിടെ ഒരാളിരുമുണ്ട്, ജനാധിപത്യത്തിന്റെ മുകളിൽ ഒരു പ്രത്യേക ആള്. അദ്ദേഹത്തിന് ഒപ്പ് വന്നിട്ടില്ല. അദ്ദേഹം അതിനകത്ത് അസന്റ് നൽകാതിരിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമം അങ്ങനെ വച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിന്റെ പ്രതിപക്ഷം തയ്യാറായോ? ഇവിടുത്തെ MP പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഗവർണർക്ക് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോ ഈ നാടിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണ് അവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം കേരളത്തിൽ നേടേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി സാന്നിധ്യമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, മതനിരപേക്ഷത, ഭരണഘടന നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമായ മുൻനിർവാഹിയാണ്. കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഈ നാടിനു വേണ്ടി ശബ്ദമുയർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിരിക്കണം ലോകസഭയിൽ ഉണ്ടാകേണ്ടത്.
ഇടുക്കി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒത്തിരിയേറെ സവിശേഷമായ പ്രശ്നങ്ങൾ, അത് വന്യജീവി മനുഷ്യ സംഘർഷമാകാം, വനഭൂമിയെ സംബന്ധിച്ചുള്ള പുതിയ വ്യാഖ്യാനങ്ങളാകാം, ഏത് പ്രശ്നമാകട്ടെ അതിനകത്തൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയണം. അതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പദ്ധതി ഉണ്ടാകണം. പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാകണമെങ്കിൽ ഇടതുപക്ഷം തന്നെ വിജയിക്കണം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കമാവിലക്ഷരമില്ല. കാർഗോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ കാർഗ പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ട് പറയാൻ തോന്നുന്നു. ഇതുവരെ ഉറക്കെഴുന്നേറ്റം പറ്റില്ല. ഇതാണ് കോൺഗ്രസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ പൊതു താല്പര്യമാകെ മുൻനിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഈ നാടിനെ ആകെ ഒപ്പം ചേർത്ത് പിടിച്ച് വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നയിച്ച അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, അദ്ദേഹം തുടർന്ന് ആരംഭിച്ചത് 5 വർഷം പാഴായിപ്പോയത് തിരിച്ചു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളം. അപ്പൊ ചിലത് പറഞ്ഞ അടയാളം അതല്ലായിരുന്നെങ്കിൽ ചിലർ പറയാനില്ലേ, പണ്ടതായിരുന്നില്ലല്ലോ. ഗോനപ്പൻ നമ്പാടൻ നമ്മുടെ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഇന്ന് വന്ന് ജയിച്ചല്ലോ. അദ്ദേഹം സ്വതന്ത്ര ചിഹ്നത്തിലായിരുന്നു. മുകുന്ദപുരം പാർലമെന്റിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. അപ്പൊ ഞാനും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പൊ തീരുമാനം വന്നു, അദ്ദേഹം ചിഹ്നത്തിലെ മത്സരിക്കുന്നു. അപ്പൊ ചെറുത് പറഞ്ഞു, ജയിക്കേണ്ടതായിരുന്നു, ചിഹ്നായി പോയില്ലോ. എന്താ സംഭവിച്ചെന്നറിയില്ലേ? 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം മുകുന്ദപുരം നൽകി ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ മനുഷ്യരും വരിയായി നിന്ന് അന്ന് കുത്തി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അതാ ചരിത്രം. അപ്പൊ ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ഈ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി ജോയ്സ് ജോർജിന് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.